കലിപ്പൻ്റെ തുമ്പിപ്പെണ്ണ്. തുമ്പി, നീ ഇന്ന് അമ്പലത്തിൽ പോകുന്നുണ്ടോ? കാലത്തെ എഴുന്നേറ്റ് വന്നപ്പോൾ അച്ചു കുളിച്ച് റെഡിയായി നിൽക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും കാവിൽ നാരങ്ങാവിളക്ക് തെളിയിക്കാൻ പോകുന്നതാണ് അച്ചു. കാർത്തു മിക്കവാറും ശനിയും ഞായറും ഒക്കെയാവും ഇറങ്ങുന്നത്. പോയാൽ പിന്നെ വഴി കാണുന്ന എല്ലാവരോടും വിശേഷമൊക്കെ ചോദിച്ചുകൊണ്ട് അവൾ തിരികെ എത്തുന്നത് ഒരു നേരത്താണ്. വട്ടയിലെ പൊതിഞ്ഞ നെയ്പായസവും കാണും വലക്കയിൽ. കാർത്തുമ്പി, നീ വരുന്നുണ്ടോ? അതോ നീ ഒരുങ്ങിയോ ഇത്ര വേഗം? തൊഴുതു വന്നിട്ട് വേണ്ടേ കോളേജിലേക്ക് പോകാൻ. സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് തുമ്പി. നീ എങ്കിൽ പോയിട്ട് വേഗം വാ, എനിക്കിന്ന് ഇത്തിരി മടിയാ. അച്ചു, നീ പോയിട്ട് വന്നാൽ മതി. ഇവളെ നോക്കി നിന്നാലേ ഇന്ന് പോക്കൊന്നും ഉണ്ടാവില്ല. അവിടേക്ക് ഇറങ്ങി വന്ന വിമലയാണത് പറഞ്ഞത്. സ്വന്തം മകളെ ഇങ്ങനെ വില കുറച്ച് കാണല്ലേ അമ്മേ. അമ്മയെ ഒന്ന് നോക്കി പേടിപ്പിച്ച് കാർത്തു പറഞ്ഞു. അച്ചു അപ്പോഴേക്കും പോവാനേ മുറ്റത്തേക്ക് ഇറങ്ങി. തുമ്പി, മുറ്റം ഒന്നടിച്ചു വാരണേ പ്ലീസ്. പിന്നെ അത് നടക്കില്ല. നിന്റെ പണി നീ തന്നെ ചെയ്യണം. തുളസിയില പൊട്ടിച്ച് മുടിയിൽ തിരുകുന്നവളെ നോക്കി തുമ്പി പറഞ്ഞു. കഷ്ടമുണ്ട് കേട്ടോ. ചുമ്മാതല്ലല്ലോ, മിൽക്കി ബാർ മേടിച്ച് തരുന്നതല്ലേ. ഓ, വലിയ കാര്യമായിപ്പോയി. ഒന്ന് പോവണ്ണേ. അച്ചു പോയതും കാർത്തു വേഗം പിന്നാമ്പുറത്തേക്ക് പോയി. ചൂലെടുത്ത് മുറ്റോടിക്കാൻ തുടങ്ങി. വിശാലമായ മുറ്റമാണ്. കുറച്ച് സമയമെടുക്കും എല്ലാം അടിച്ചു വാരാനായി. കാർത്തു ഒരറ്റത്തു നിന്നും തുടങ്ങി. എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടിട്ട് അവൾ വേഗം അടുക്കളയിലേക്ക് ചെന്നു. ഇഡലിയും ഉള്ളി സാമ്പാറും പിന്നെ വെള്ളച്ചമ്മന്തിയുമുണ്ട്. ചോറിന് കൂട്ടാനായി ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും മാങ്ങാച്ചമ്മന്തിയും മുട്ട വറുത്തതും പിന്നെ പുളിശ്ശേരിയുണ്ട്. കുട്ടികൾക്ക് പൊതി കൊണ്ടുപോകാനുള്ളത് എല്ലാം ആയിട്ടുണ്ട്. അച്ചമ്മങ്ങളാണ് ഒക്കെ ചെയ്യുന്നത്. കാർത്തു അവരെ പിന്നിൽ നിന്നും പുണർന്നു. കാർത്തൂട്ടാ, നേരം പോകും, വേഗം ചെന്ന് കുളിച്ചിട്ട് വായോ. അവർ അവളുടെ കവിളിൽ തഴുകി. ശരിയപ്പേ, ഇപ്പം തന്നെ സമയം പോയി. അവൾ തൻ്റെ മുറിയിലേക്ക് പോയി. കുളി കഴിഞ്ഞ് ഓടി വന്ന് അവളൊരു വാടാമല്ലി നിറമുള്ള ചുരിദാർ എടുത്തിട്ടു. ആഹാ, എന്താ ഭംഗി! എൻ്റെ കാർത്തുവേ, നിന്റെ 7 അയലത്ത് പോലും വരില്ലടി ആ അനാമിക. അവളെ കണ്ടച്ചാൽ മതി. മൊത്തം മേക്കപ്പല്ലേ. ഈ കണ്ണാടിയിലേക്കൊന്ന് നോക്കിയേ. എന്തൊരു ഐശ്വര്യമാണ് എൻ്റെ കാർത്തൂനെ കാണാൻ. തന്നോട് മന്ത്രിക്കുന്ന തൻ്റെ അന്തരാത്മാവിന് ഒരു ചുംബനം പറത്തിക്കൊണ്ട് അവൾ അല്പം ക്രീമെടുത്ത് പുരട്ടി. ശേഷം കുറച്ച് പൗഡറും പൂശി. കണ്ണെഴുതി. സൽവാറിൻ്റെ നിറമുള്ള ഒരു കല്ലുപൊട്ട് കുത്തി. കൃഷ്ണൻ്റെ അമ്പലത്തിൽ നിന്ന് കിട്ടിയ വെള്ളച്ചന്ദനത്തിൻ്റെ മുകളിലായി കാവിലെ കുങ്കുമം കൂടി വരച്ചു. ലിപ്സ്റ്റിക് എടുത്ത് ബാഗിലേക്ക് വെച്ചു. ആവശ്യം വന്നാൽ ഇട്ടാൽ മതിയെന്ന് അവൾ ഓർത്തു. ഇഡലി സാമ്പാറും അച്ചമ്പങ്ങൾ വിളമ്പി വെച്ചിട്ടുണ്ട്. ശോ, ഇത്രയും വേണ്ടായിരുന്നു ദേവമ്മേ, എൻ്റെ വയറ് പൊട്ടും. അവർ കെറിവിച്ചപ്പോൾ കാർത്തു ഒന്നും പറയാതെ ആഹാരം മുഴുവനും കഴിച്ചു തീർത്തു. അച്ഛൻ നേരത്തെ ഇറങ്ങിയിരുന്നു, ഒപ്പം അവളുടെ അനുജനും. അവർ പോയ ശേഷം 1/2 മണിക്കൂർ കൂടി കഴിഞ്ഞാണ് കാർത്തു പുറപ്പെട്ടത്. അച്ഛനിതെവിടെ പോയത്? വരമ്പത്തുകൂടി അല്പം വേഗത്തിൽ നടക്കുമ്പോഴാണ് കാർത്തൂൻ്റെ അച്ഛൻ എവിടെയോ പോയിട്ട് വരുന്നത്. അടുത്ത വീട്ടിലെ താമസക്കാർ വരുമല്ലേ, നമ്മുടെ പണിക്കരെ ഒന്ന് ക്ഷണിക്കാൻ പോയതാ. രാഘവ പണിക്കരാണ് ആ നാട്ടിലെ വാർഡ് മെമ്പർ. അയാളുടെ കാര്യമാണ് അച്ഛൻ പറഞ്ഞത്. അതിനവരല്ലേ പോകേണ്ടത്? അച്ഛനെന്തിനാ ഈ വയ്യാവേലിയൊക്കെ പിടിച്ചേ? മേനോൻ ചേട്ടനും ഉണ്ടായിരുന്നു. അവർക്ക് കവല വരെ പോകണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞാനിതിലെ നടന്നു പോരാന്ന് വെച്ചു. വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ ഒന്ന് മൂളിക്കൊണ്ട് അവൾ നടന്നു നീങ്ങി. ഓഫീസിൽ അന്ന് ഇത്തിരി ലേറ്റായിട്ടാണ് അവൾ എത്തിയത്. എന്നും വരുന്ന ബസ്സാണെങ്കിൽ പണിക്ക് കയറ്റിയിരിക്കുന്നു. അതറിഞ്ഞതോ ബസ് സ്റ്റോപ്പിൽ എത്തിയ ശേഷവും. ധരൻ സാറും മാഡവും ഇന്ന് ഇത്തിരി ലേറ്റാകും എന്നാണ് അറിയിച്ചത്. റിസപ്ഷനിൽ ഇരിക്കുന്ന പെൺകുട്ടി ആരോട് ഫോണിൽ വിളിച്ച് പറയുകയാണ്. ഓ, തമ്പുരാൻ എഴുന്നള്ളം വൈകുമോ? ഞായി. അവൾ തൻ്റെ റൂമിലേക്ക് കയറിപ്പോയി. മീരയും ജാനകിയും പവിയുമൊക്കെ എന്തൊക്കെയോ തമാശ പറഞ്ഞിരിക്കുന്നു. ഹായ് ഗേൾസ്. കാർത്തൂൻ്റെ ശബ്ദം കേട്ടതും എല്ലാവരും തിരിഞ്ഞു. എന്താണ് ഇവിടെ ചർച്ച? ഞാനും കൂടി കേൾക്കട്ടെ. അവൾ അവിടെ കിടന്ന ഒരു ചെയർ വലിച്ചിട്ടുകൊണ്ട് വാതിലിന് വിപരീതമായി ഇരുന്നു കൊണ്ട് അവരെ നോക്കി. നീ എന്താടി 2 ദിവസമായിട്ട് ഇഞ്ചി കടിച്ച കുരങ്ങിനെ പോലെ നടന്നത്? സാറിനെ പേടിയായിട്ടാ? പവി ചോദിച്ചു. ഏത് സാറിനെ? ധരൻ സാർ, അല്ലാതെ പിന്നാരാ? അയാളെ പേടിക്കാനോ? അതും ഞാൻ?
നിനക്കൊക്കെ എന്താടി പവി? ഇങ്ങനൊരു നിലവാരമില്ലാത്ത ചോദ്യം എന്നോട് ചോദിക്കല്ലേ. ചെച്ചേ മ്ലേച്ഛം. ഇരിപ്പിടത്തിൽ നിന്നും ഇളകിക്കൊണ്ട് പറയുകയാണ് കാർത്തു. ആദ്യത്തെ ദിവസം തന്നെ നിന്നെ വരച്ചവരെ നിർത്തുമെന്നോ മറ്റോ പറഞ്ഞതുകൊണ്ട് സാർ അകത്തേക്ക് കയറിപ്പോയിന്ന് ഗിരി പറഞ്ഞു. ആ, ഞാനൊന്നും പറഞ്ഞില്ല. അത് കേട്ടതും കാർത്തൂന് ദേഷ്യമായി. പിന്നെ നീ എന്താ 2 ദിവസമായിട്ട് ഞങ്ങളെയൊന്നും മൈൻഡ് ചെയ്യാതെ നടന്നത്? നിന്റെ സൗണ്ട് പോലും ഇല്ലായിരുന്നല്ലോ. അതെനിക്ക് നല്ല സുഖമില്ലായിരുന്നു. ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോടൊക്കെ. നീ എന്നിട്ട് സാറ് വന്ന ദിവസം എന്താ ഗിരി പറഞ്ഞിട്ട് പോലും സാറിൻ്റെ അടുത്തേക്ക് പോകാഞ്ഞത്? അതിന് സാറ് നിന്നെ വഴക്ക് പറഞ്ഞത് കൊണ്ടാണോ നീ ഒഴിഞ്ഞു മാറി നടന്നത്? അങ്ങനെയാ ഞങ്ങളൊക്കെ കരുതിയേ. ഷോ, ഈ പിള്ളേര്! എടി, ഇത് എന്തൊക്കെയാടി ചിന്തിച്ചു കൂട്ടുന്നേ? ആ കോന്തനെ പേടിയോ? അതും എനിക്ക്? കോന്തനോ? സാറൊരു പാവമല്ലേടി. കാണാനും എന്തൊരു ലുക്കാ. ജാനി നെറ്റി ചുളിച്ചു. പാവാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അവൻ വെറും തറയാ, തത്തറ. വൃത്തികെട്ടവൻ. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം. അവൾ ശബ്ദം താഴ്ത്തി. എൻ്റെ ചെറിയമ്മയുടെ വീടിൻ്റെ അടുത്താ ഇവൻ താമസിച്ചത്. അവർക്കൊക്കെ എല്ലാ കാര്യവും അറിയാം. 3 പേരിലും ആകാംക്ഷ നിറഞ്ഞു. എടി, അയാളൊരു ചെറ്റയാടി. അധികം അടുപ്പത്തിനൊന്നും നമ്മൾ പോകാതിരിക്കുന്ന നല്ലത്. ചോരയും തുടിപ്പുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ അവൻ ഇളകും. സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ അവിടേക്ക് പോവാഞ്ഞത്. അവർ 3 പേരും ഞെട്ടിയതായി കാത്തൂന് തോന്നി. അത് കണ്ടതും അവൾക്ക് ആവേശമായി. എന്നെപ്പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിക്ക് ഇതൊക്കെ അറിയുമ്പോൾ പേടിയില്ലേ? അത്രേ ഉള്ളൂ. അതവൻ്റെ സ്വഭാവത്തെയാ. ഇനി എന്നെങ്ങാനും കയറി പിടിച്ചാൽ, എൻ്റെ ചാരിത്രമെങ്ങാനും നഷ്ടപ്പെട്ടാ തീർന്നില്ലേ എല്ലാം? മീരയാണെങ്കിൽ ഉമിനീർ പോലും ഇറക്കാതിരിക്കുകയാണ്. കാർത്തൂൻ്റെ ഉള്ളിൽ ചിരി പൊട്ടി. ഇത് നമ്മളല്ലാതെ പുറത്തൊരാൾ പോലും അറിയരുത്, കേട്ടല്ലോ? അവനെ കാണുമ്പോൾ ഇതൊന്ന് ഓർത്തോണ്ട് പെരുമാറുക. പിന്നെ അവൻ്റെ മറ്റവളില്ലേ, അനാമിക, പ്രൈവറ്റ് സെക്രട്ടറി. ഒരൊറ്റ ആട്ടായിരുന്നു കാർത്തു. ചുണ്ടിൽ നിറയെ ചായവും തെച്ച് കുളിക്കാതെ നനയ്ക്കാതെ നിക്കറ് വിട്ട് നടക്കുന്ന സാധനം. അവളുമായിട്ടാണ് ഇവൻ്റെ താമസവും കിടപ്പും. എന്നാൽ ശരി മക്കളെ, നടക്കട്ടെ കേട്ടോ, പിന്നെ കാണാം. മേശമേൽ ഒന്ന് തട്ടിയിട്ട് എഴുന്നേറ്റ് തിരിഞ്ഞ കാർത്തു ഞെട്ടിപ്പോയി. കൈകൾ രണ്ടും കെട്ടിക്കൊണ്ട് ചുവന്ന കണ്ണുകളോടെ പല്ല് കടിച്ചു പിടിച്ച് തന്നെ നോക്കി നിൽക്കുന്ന ധരൻ സാർ. കാർത്തു തൻ്റെ തലയൊന്ന് അനക്കി നോക്കി. എന്നിട്ട് കണ്ണ് ചിമ്മി. ഈശ്വരാ, ഇത് അയാൾ തന്നെയാണോ? അവൾ ശ്വാസം പിടിച്ചു നിന്നു. കാർത്തികേൻ്റെ റൂമിലേക്കൊന്ന് വരൂ. ശരവേഗത്തിൽ നടന്നു പോകുകയാണ് ധരൻ. ജോലി പോയി. പിറുപിറുത്തുകൊണ്ട് പിന്നാലെ കാർത്തൂൻ. റിസപ്ഷനിൽ ഇരിക്കുന്നവളെ കണ്ടതും കാർത്തൂൻ അരിശം വന്നു. ഈ വൃത്തികെട്ടവളല്ലേ കുറച്ചു മുന്നേ പറഞ്ഞത് ആ കോന്തൻ ലേറ്റായിട്ടേ വരുമെന്ന്? നാശം വെച്ചിട്ടുണ്ട് നിനക്കിട്ട്. നിന്ന് നൃത്തം ചവിട്ടാതെ കയറി വാടി ഇങ്ങോട്ട്. ധരൻ നോക്കിയപ്പോൾ കാർത്തു വാതിക്ക തന്നെ അനങ്ങാതെ നിൽക്കുകയാണ്. പാഞ്ഞു ചെന്ന് അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് അവനവളെ റൂമിലേക്ക് കൊണ്ടുവന്നു. അവൻ്റെ റൂമിലേക്ക് കയറിയതും പിന്നിൽ നിന്നും ഡോറ് ലോക്കാകുന്നത് കാർത്തു അറിഞ്ഞു. ഭിത്തിയിൽ ചാരി തറഞ്ഞു നിൽക്കുകയാണ് കാർത്തു. ധരൻ അടുത്തേക്ക് വന്നതും അവൾ മിഴികൾ ഇറുക്കിയടിച്ചു. തൻ്റെ വലതുകരം അവളുടെ തോളിനോട് ചേർത്തുകൊണ്ട് അവൻ ഭിത്തിയിലേക്ക് വെച്ചു. അവൻ്റെ പെർഫ്യൂമിൻ്റെ പരിമളം അവളുടെ നാസികയിലേക്ക് അടിച്ചു. ഡി എന്ന് അവനൊരൊറ്റ അലർച്ചയായിരുന്നു. കാർത്തുവാണെങ്കിൽ മിഴികൾ ഒന്നുകൂടി ഇറുക്കി. എൻ്റെ കാവിലമ്മേ കാത്തോണേ, ഞാൻ എൻ്റെ കഷ്ടകാലത്തിന് അമ്മേ എനിക്ക് ശക്തി തരണേ. അവൾ മനസ്സിൽ ഉരുവിടുകയാണ്. കണ്ണു തുറക്കടി. അവൻ ശബ്ദം താഴ്ത്തിയാണെങ്കിലും കടുപ്പിച്ചാണ് പറഞ്ഞത്. നിന്നോടല്ലടി പുല്ലേ പറഞ്ഞത്. അവൻ മുരണ്ടു. എന്നിട്ടും കാർത്തു അനങ്ങാതെ അങ്ങനെ തന്നെ നിന്നു. പെട്ടെന്ന് അവൻ അവളുടെ മിഴികളിലേക്ക് ഒന്നൂതി. അവൻ്റെ ശ്വാസം അടുത്തു വരുന്നതുപോലെ അവൾക്ക് തോന്നി. പെട്ടെന്ന് ഗൗരി കണ്ണു തുറന്നു. കാർത്തു കണ്ണു തുറന്നു. അവൾക്ക് ശ്വാസം എടുക്കാൻ പോലും ഭയം തോന്നി. സാർ, മിണ്ടരുത്. നീ ഒരു അക്ഷരം പോലും മിണ്ടരുത്. അവളിൽ നിന്നും ധരൻ അകന്നു മാറിയതും കാർത്തൂന് സമാധാനമായി. സാർ, ഐ ആം സോറി. സാറോ? ആരടി സാറ്? നീ എന്നെ അല്പം മുൻപ് വിളിച്ചത് ചെറ്റയെന്നല്ലായിരുന്നോ? എന്തടി
കാർത്തൂൻ്റെ മുഖം താന്നു. നേരെ നോക്കടി. അവൻ ശബ്ദമുയർത്തി. നിന്നെപ്പോലെ ചോരയും തുടിപ്പും ഉള്ളവളെ കാണുമ്പോൾ എനിക്കിളകും അല്ലേടി? അങ്ങനെയല്ലേ കുറച്ച് മുന്നേ നീ പറഞ്ഞത്? ദേഷ്യത്തിൽ പല്ല് ഞെരിച്ചുകൊണ്ട് പറയുകയാണവൻ. എനിക്കിളകിയടി. നിന്റെ തുടിപ്പ് ഞാനൊന്നറിയട്ടെ. അവൻ തെർത്തു വെച്ച ഷർട്ടിൻ്റെ കയ്യ് അഴിച്ചുകൊണ്ട് നെഞ്ചിലെ ബട്ടൺസ് ഒന്നൊന്നായി എടുത്ത് കാർത്തൂൻ്റെ അടുത്തേക്ക് വന്നു. സർ,